നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യൻ സിനിമാ നടന്മാരിൽ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നടന്മാരുടെ ഒരു പട്ടിക ഇപ്പോൾ അവസാന നിമിഷം പുറത്തു വന്നിട്ടുണ്ട്. അതിന് പ്രകാരം കിങ് ഖാൻ്റെ സ്ഥാനം നഷ്ടമായി. കിങ് ഖാനായിരുന്നു കഴിഞ്ഞ മാസം വരെയും, പ്രത്യേകിച്ച് മെയ് മാസം വരെ ഒന്നാമത് നിന്നത് ഷാരൂഖ് ഖാനായിരുന്നു. ആ ഷാരൂഖ് ഖാനെ അല്ലെങ്കിൽ കിങ് ഖാനെ അങ്ങോട്ട് മാലത്തി അടിച്ചിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ താരം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ജൂണിലെ കണക്കുകൾ പ്രകാരമാണ്. എന്തായാലും ഇന്ത്യൻ സിനിമാ നടന്മാരിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉള്ള നടന്മാരുടെ ഒരു പട്ടിക ഓർമാക്സ് മീഡിയ പുറത്തു വിട്ടപ്പം 10 പേരുടെ ലിസ്റ്റാണ് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നടന്മാരെ 10ാം സ്ഥാനത്ത് നിന്നും തുടങ്ങാം. 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹൃത്തിക് റോഷനാണ്, ഒരു ഹിന്ദി നടനാണ്. എന്തായാലും ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ഓർമാക്സ് മീഡിയയുടെ കണക്കുകൾ പ്രകാരം 10ാം സ്ഥാനത്ത് ഹൃത്തിക് റോഷൻ ആണെങ്കിൽ 9ാം സ്ഥാനത്ത് രാം ചരനാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ജനപ്രീതിയുള്ള നായകനായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും ഒരു സിനിമ, ശങ്കറിൻ്റെ സിനിമ വരുന്നുണ്ട്. ആ സിനിമയൊക്കെ വരുമ്പം ചിലപ്പം നല്ല രീതിയിലുള്ള ഇപ്പം ഇന്ത്യൻ 2 വന്ന് കോളുകളൊക്കെ ഉണ്ടാക്കിയതുപോലെ അമ്പേ പരാജയമായിട്ട് പോകാതിരുന്നാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 9ാം സ്ഥാനത്ത് നിന്നും മുന്നോട്ട് വന്ന് 4, 5, 3 ചിലപ്പോൾ 1ാം സ്ഥാനത്ത് വരെയും എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. 8ാം സ്ഥാനത്ത് നിലവിൽ ഓർമാക്സ് മീഡിയയുടെ കണക്കുകൾ പ്രകാരം നിൽക്കുന്നത് സൽമാൻ ഖാനാണ്. സൽമാൻ ഖാനാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നായക നടന്മാരിൽ 8ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതൊക്കെ വലിയ കാര്യമാണ്. കാരണം വലിയൊരു ഹിറ്റ് ഉണ്ടായിട്ട് കുറേ നാളുകളായി, എന്നിട്ടും ആ സ്ഥാനത്തൊക്കെ ഉണ്ടല്ലോ. പിന്നെ അക്ഷയ് കുമാറാണ് 7ാം സ്ഥാനത്ത്. അക്ഷയ് കുമാർ എങ്ങനെ വന്നെന്നുള്ളത് ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് അവർ പുറത്തു വിടുന്ന കണക്കുകൾ പ്രകാരം അവർ പറയുന്നത് മറ്റൊന്നുമല്ല, സ്ഥിരം സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദി നാടുകളിൽ നിന്ന് സിനിമകൾ ഇറങ്ങി ഒരു സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും വാർത്തകളിൽ നിറങ്ങി നിൽക്കുന്ന ഒരു താരമായതുകൊണ്ടാണ് മഹേഷ് ബാബു ഞെട്ടിച്ച് കളയുമെന്ന് തന്നെ പറയാം. കാരണം ഈ സ്ഥാനങ്ങളിലൊന്നും ഇല്ലാതിരുന്ന മഹേഷ് ബാബു ഇപ്പം 6ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതും വലിയൊരു മാറ്റമാണ്. ഗുണ്ടൂർകാരം എന്ന് പറയുന്ന ഒരു സിനിമ പൊട്ടിയിട്ട് പോലും 6ാം സ്ഥാനത്തേക്ക് എത്തിയല്ലോ, അത് വലിയ സന്തോഷം. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് ജൂനിയർ NTR ആണ്. ജൂനിയർ NTR നമുക്കറിയാം, മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനാണ്. ജനതാ ഗാരേജ് എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ഒറ്റ സിനിമയിലൂടെ മലയാളികളുടെ പ്രിയങ്കരനാവുകയും RRR എന്ന് പറയുന്ന സിനിമയിലൂടെ ആ ഒരു സ്നേഹത്തിന് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ വന്ന ആളാണ്. എന്തായാലും ദേവര എന്ന് പറയുന്ന വലിയൊരു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമ തന്നെ വരാനിരിക്കുകയാണ്. ആ സിനിമ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ റേഞ്ചൊക്കെ മാറി 5ാം സ്ഥാനത്ത് നിന്നും മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നിലവിൽ എന്തായാലും 5ാം സ്ഥാനത്ത് ജൂനിയർ NTR ഒരു തെലുങ്ക് നടനാണെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് അല്ലു അർജുനാണ്. അല്ലു അർജുന് വിഷമകരമായിട്ടുള്ളൊരു കാര്യം, 3ാം സ്ഥാനത്തായിരുന്നു ഇതിനു മുൻപ് കഴിഞ്ഞ മാസം വരെ നിന്നതെങ്കിൽ ഇപ്പോൾ അത് താഴോട്ട് വന്ന് 4ാം സ്ഥാനത്തേക്ക് അല്ലു അർജുൻ വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുഷ്പ 2 ഇറങ്ങിയതിന് ശേഷം കുറേ നാളുകളായിട്ട് വലിയ വാർത്തയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയൊരു സിനിമയൊന്നും വരാത്തതാണ് ആ സിനിമ അല്ലു അർജുൻ താഴോട്ട് പോകാൻ കാരണം. പുഷ്പ 2 വന്നു കഴിയുമ്പോൾ ചിലപ്പം ഗതി മാറാൻ സാധ്യതയുണ്ട്. പുഷ്പ 2 ഇറങ്ങട്ടെ എന്ന് നല്ലൊരു ഹിറ്റുമായിട്ട് മാറിയിട്ട് അല്ലു അർജുൻ്റെ ജൈത്രയാത്ര തുടർന്ന് ഈ പട്ടികയിൽ 1ാം സ്ഥാനത്തേക്കൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും 3ാം സ്ഥാനത്ത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത്, 3ാം സ്ഥാനം അല്ലു അർജുൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചത് മറ്റാരുമല്ല, നമ്മളുടെ മലയാളികളുടെ പ്രിയങ്കരനായിട്ടുള്ള തമിഴ് നടൻ ഇളയ ദളപതി വിജയാണ്. വിജയ് ഈ സ്ഥാനത്ത് ലിയോ സിനിമയിലൂടെയൊന്നും അല്ല എത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ഇപ്പം വാർത്തകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നൊരു നടൻ എന്ന നിലയിലാണ് വിജയ് 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അറിയാമല്ലോ, പൊളിറ്റിക്സ്, പിന്നെ അതുകൂടാതെ ചില ഇടപെടലുകൾ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ഇടപെടലുകളൊക്കെ നടത്തിയിട്ട് മാധ്യമങ്ങളിൽ, മീഡിയാസിൽ നല്ല രീതിയിലുള്ള കവറേജ് കിട്ടുന്നുണ്ട് വിജയ്ക്ക്. അതാണ് വിജയെ 3ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ പ്രധാന ഘടകമായതെന്നുള്ളതാണ് ഓർമാക്സ് മീഡിയ പുറത്തു വിടുന്നത്. എന്തായാലും അതായിരിക്കാം കാരണം എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി 2ാം സ്ഥാനത്ത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 1ാം സ്ഥാനം നഷ്ടമായിട്ട് ഇത്രയും നാളും കുറേ നാളുകളായിട്ട് പഠാൻ, ജവാൻ സിനിമകളൊക്കെ വന്നിട്ട് വൻ തോതിൽ ഹൈപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ജനപ്രീതിയൊക്കെ നേടി കിങ് ഖാൻ, ഒരു ഹിന്ദി നടൻ, കുറേ കാലങ്ങൾക്ക് ശേഷം 1ാം സ്ഥാനത്ത് നിൽക്കുമായിരുന്നു. അത് പക്ഷേ നമ്മളുടെ സൗത്ത് ഇന്ത്യൻ താരമായിട്ടുള്ള ഒരാളങ്ങോട്ട് കീഴടക്കി. എന്തായാലും 2ാം സ്ഥാനത്ത് കിങ് ഖാൻ ആണെങ്കിൽ 1ാം സ്ഥാനത്ത് കിങ് ഖാനെ തട്ടിത്തെറിപ്പിച്ച് കയറിയിരിക്കുന്നത് വേറെ ആരുമല്ല, പ്രഭാസാണ്.
നമുക്കറിയാം മലയാളികൾക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രിയങ്കരനായിട്ടുള്ള നടനാണ്. സലാർ സിനിമ വന്നു, അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ കൊയ്ത്ത് നേടുകയുണ്ടായി. പിന്നെ അതുകൂടാതെ കൽക്കി സിനിമയിലെ ഒരു അഭിനയം കൊണ്ടും കൽക്കി സിനിമ ഇപ്പം ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ചർച്ചയാകുകയൊക്കെ ചെയ്തതാണ്. ഇപ്പം 1ാം സ്ഥാനത്ത് പ്രഭാസ് എത്താൻ കാരണമെന്നുള്ളതാണ് ഓർമാക്സ് മീഡിയ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം മനസ്സിലാകുന്നത്. ഓർമാക്സ് മീഡിയ പറയുന്നത് കൽക്കി സിനിമയിലെ അഭിനയ ഭാണ്ഡവം കൊണ്ടും ജനങ്ങളുടെ ഇടയിൽ ഒരു ജനപ്രീതി ഒന്നുകൂടെ കൂടുന്നതായിട്ട് കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ 1ാം സ്ഥാനത്ത് പാൻ ഇന്ത്യൻ താരമായ നമ്മളുടെ തെലുങ്ക് നടനായിട്ടുള്ള പ്രഭാസ് ആണെന്നുള്ളതാണ് നമുക്ക് ഈ ഓർമാക്സ് മീഡിയയുടെ കണക്കുകൾ പ്രകാരം മനസ്സിലാകുന്നത്. എന്തായാലും ഓർമാക്സ് മീഡിയയുടെ പട്ടിക അത്യാവശ്യം നല്ല രീതിയിലുള്ള പട്ടികയാണെന്ന് തന്നെ പറയാം. കാരണം നല്ല ഒരു ശരിക്കും ഉള്ളൊരു ഇന്ത്യൻ നടന്മാരിൽ ജനപ്രീതിയുള്ള ഏറ്റവും ജനപ്രിയ നടന്മാരുടെ ലിസ്റ്റ് പുറത്ത് വന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. എന്തായാലും തന്നെ അത്യാവശ്യം നല്ലൊരു ലിസ്റ്റാണ് ഇവർ പുറത്ത് വിട്ടിരിക്കുന്നത്. ലിസ്റ്റ് എടുത്താൽ 7-8 പേരും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്ത് നിന്നായിരുന്നെങ്കിൽ ഇന്ന് കഥ മാറിയിട്ട് ഷാരൂഖ് ഖാന്, അക്ഷയ് കുമാർ, സൽമാൻ ഖാൻ, ഹൃതിക് റോഷൻ 4 പേര് മാത്രമാണ് ഈ 10 ജനപ്രീതിയുള്ള നായക നടന്മാരിൽ 10 പേരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ 4 പേർ മാത്രമാണ്. ബാക്കി 6 പേരും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നാണെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ കൂടുതലും തെലുങ്ക് നടന്മാരാണെന്നുള്ളതാണ് കാണുന്നത്. എന്തായാലും മലയാളത്തിൽ നിന്നും ആരുമില്ല, ആരെങ്കിലുമൊക്കെ വളർന്നു വരട്ടെ. തമിഴിൽ നിന്ന് ആകെ ഒരാൾ മാത്രമാണ്, വിജയ് മാത്രമാണ്. ബാക്കി എല്ലാവരും തെലുങ്ക് നടന്മാരാണ്. എന്തായാലും തെലുങ്ക് നാട്ടിലെ സിനിമകൾ കൊണ്ട് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഇന്ത്യ മൊത്തം വിറപ്പിക്കുന്ന ആ ഒരു കാഴ്ച ഇനിയും തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.